ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖല്ലേ? ഇന്ന് രാവിലെ തന്നെ കുളിയും കഴിഞ്ഞിട്ട് ഞാൻ മാങ്ങ പെറുക്കാൻ നടക്കുകയാണ് കേട്ടോ. മാങ്ങ പെറുക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരും, നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഓടിപ്പോയിട്ട് മാങ്ങ ഇങ്ങനെ പെറുക്കില്ലേ രാവിലെ തന്നെ. അത് ഓർത്തിട്ടാണ് ഇപ്പോൾ മാങ്ങയൊക്കെ പെറുക്കുന്നത്. നല്ല കാറ്റും മഴയൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ അതിന് പറയും വേണ്ട, ഭയങ്കര സന്തോഷമാവും. രാവിലെ എണീക്കുമ്പോഴേ മാവിൻ്റെ ഒട്ടിക്ക് ഒറ്റ ഓട്ടാണ്, നിറച്ച് മാങ്ങ ഉണ്ടാവുമല്ലോ. ഇതിപ്പോൾ ഞാൻ രാവിലെ തന്നെ മാങ്ങ പെറുക്കുന്നത് മാമ്പഴ പുളിശ്ശേരി വെക്കാനാണ് കേട്ടോ. ഞാനിതിൽ വെക്കുന്നത് കണ്ടിട്ട് കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ റെസിപ്പി ഇടുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മുൻപ് ഏതോ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. പോരാത്തതിന് എൻ്റെ ഫസ്റ്റ് വീഡിയോ ഇതായിരുന്നു. വർക്ക് ഏരിയയിലുള്ള സ്റ്റൗവിലേക്കുള്ള കണക്ഷൻ സിലിണ്ടർ കഴിഞ്ഞിട്ട് അത് ഓർഡർ ചെയ്തിട്ട് അത് എത്തിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ കിച്ചണിൽ തന്നെയാണ് ചോറ് വെപ്പൊക്കെ. കുളി കഴിഞ്ഞിട്ട് നേരെ മാങ്ങ വറുക്കാൻ പോയതാ. അല്ല, കുളി കഴിഞ്ഞിട്ട് നേരെ മാങ്ങ വറുക്കാനല്ല, ചിലവരൊക്കെ പറയുന്ന പോലെ മേക്കപ്പ് ഇട്ടിട്ട് ഇങ്ങനെ കണ്ണെഴുതി പൊട്ടിടുന്നതിന് ഭയങ്കര മേക്കപ്പ് എന്നാണ് ചിലവരൊക്കെ പറയാ. അപ്പോൾ അത് കഴിഞ്ഞാലേ ഞാൻ ഇറങ്ങുള്ളൂ. എനിക്കെന്തോ അതൊരു ശീലമാണ്. ആരൊക്കെ എന്തൊക്കെ മേക്കപ്പ് എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ അതൊന്നും ബാധിക്കുന്ന കാര്യമല്ലല്ലോ. ഞാൻ ചെയ്യേണ്ടത് ചെയ്തിരിക്കും. അപ്പോൾ രാവിലെ കണ്ണെഴുത്തും പൗഡർ ഇടലും പൊട്ട് വയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് തന്നെയാണ് മാങ്ങ വറുക്കാൻ പോയിരിക്കുന്നത്. ഈ മാമ്പഴപ്പുളിശ്ശേരി ശരിക്കും നല്ല ചെറിയ നാടൻ മാങ്ങല്ലേ, അതുകൊണ്ടാണ് വെച്ചാൽ നല്ലത്. പക്ഷെ ഞാൻ യു എയിലായിരുന്ന സമയത്ത് നാടൻ മാങ്ങയൊക്കെ കിട്ടൽ കുറവല്ലേ. അപ്പോൾ അൽഫോൺസ മാങ്ങയാണ് തോന്നുന്നുണ്ട്, വാങ്ങിക്കുന്ന കുറച്ച് വലിയ മാങ്ങയായിരിക്കുമല്ലോ, അത് വെച്ചിട്ട് ഉണ്ടാക്കിയിരുന്നു. ടേസ്റ്റൊക്കെ ഉണ്ട്, പക്ഷേ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ലത് നാടൻ മാങ്ങയാണ് എന്ന് മാത്രം. അപ്പോൾ അതിനൊരു നാടൻ മാങ്ങ ഉപയോഗിക്കുമ്പോൾ അതിങ്ങനെ തൊലി ഇങ്ങനെ ഉരിച്ച് കളഞ്ഞിട്ട്, അങ്ങനെയാണ് ചെത്തിക്കളയല്ല, തൊലി ചെത്തല്ല ചെയ്യുക, കത്തി കൊണ്ട് ജസ്റ്റ് ഉരിച്ച് കളഞ്ഞിട്ട് അങ്ങനെ ആ മാങ്ങ ചെറുതായിരിക്കുമല്ലോ അങ്ങനെ ഇടുക ചെയ്യുക കറിയിലേക്ക്. വലിയ മാങ്ങയാണെങ്കിൽ അതിങ്ങനെ കുറച്ച് കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ട് ഇടും. അങ്ങനെ ഇടില്ല, കുറച്ച് കഷ്ണങ്ങളാക്കിയിട്ട് ഇടുക. ഇത് കൽച്ചട്ടിയല്ല കേട്ടോ, ഇത് മൺചട്ടിയാണ്. ഇത് കാണുമ്പോൾ കൽച്ചട്ടി പോലെ തോന്നണില്ലേ? ഇത് കുറേ കൊല്ലം മുൻപുള്ളതാണ്. അമ്മയുടെ അടുത്ത് ഉള്ള ചട്ടിയാണിത്. ഇത് എനിക്ക് അതിനെ കണ്ടിട്ട് ഇഷ്ടമായിട്ട് ഞാൻ അവിടുന്ന് വീട് ഇങ്ങനെ വെച്ചപ്പോൾ ഞാൻ അവിടുന്ന് അമ്മയുടെ അടുത്ത് നിന്ന് എടുത്തിട്ട് പോകുന്നതാണ് ഈ ചട്ടി. അമ്മ അത് പണ്ടെങ്ങാനും യൂസ് ചെയ്തിരുന്നു, പിന്നെ അതങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. എത്രയോ കൊല്ലം പഴക്കമുള്ളതാണിത്. മാമ്പഴപ്പുളിശ്ശേരി വയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് വെള്ളം എടുത്ത് അതിൽ കുറച്ചെടുത്താൽ മതി. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ മാങ്ങയുടെ തൊലി കളയാൻ വന്നതാണ്. ഇത് നമ്മുടെ പഞ്ചാര മാങ്ങയാണ് കേട്ടോ. പിന്നെ സൂര്യൻ +1 സയൻസ് സ്ട്രീമാണ് കേട്ടോ എടുക്കുന്നത്. ഇപ്പോൾ കുറേ സ്കൂളിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒരു മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ കുറച്ച് സ്കൂളിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അവന് ഇഷ്ടം, അവൻ ഇതുവരെ പഠിച്ചിരിക്കുന്ന AKMൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ്. അപ്പോൾ അതാണ് ഫസ്റ്റ് ചോയ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നേരത്തെ മുളകും മഞ്ഞളും ഉപ്പൊക്കെ ഇട്ടിട്ട് തിളപ്പിക്കാൻ വെച്ചിരുന്നല്ലോ, അത് നന്നായിട്ട് തിളച്ച ശേഷം ഈ മാങ്ങ തൊലി കളഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിതിപ്പോൾ 2 നേരത്തിനായിട്ടാണല്ലോ കറി വയ്ക്കുന്നത്. ഉച്ചയ്ക്കും രാത്രിക്കും കൂടിയിട്ടാണ്. അപ്പോൾ അതിലേക്ക് ഞാനൊരു 6-7 മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മാമ്പഴപ്പുളിശ്ശേരിക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും വളരെ കുറച്ചിട്ടാൽ മതി കേട്ടോ. അത് എരിവിന് പച്ചമുളക് പിന്നെ ചേർക്കുന്നുണ്ടല്ലോ. ഇതിപ്പോൾ കയ്പ്പയ്ക്ക ഉപ്പേരിയല്ല, കയ്പ്പയ്ക്ക ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഉപ്പേരി എല്ലാത്തിനും പറഞ്ഞപ്പോൾ ഇതിനും ഉപ്പേരിയായി. ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടിട്ട് ഇങ്ങനെ തിരുമ്മി വെച്ചിട്ട് പിന്നെ വെളിച്ചെണ്ണയിൽ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യാം. സൂര്യൻ കൂലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് എന്നെ വന്ന് വിളിക്കുന്നതാണ് ഉമ്മ വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ക്യാമറ ഇവിടെ ഓണായത് കണ്ടിട്ടുണ്ട്. അതാണ് അവൻ അപ്പുറത്ത് നിന്നിട്ട് വിളിക്കുന്നത്, ഫ്രണ്ടിൽ വരാതെ. അന്ന് പിന്നെ അറിയാണ്ട് അവിടെ ക്യാമറ ഓണാക്കി വെച്ചത് അറിയാണ്ട് വന്നതാണ്. ഇതിപ്പോൾ കണ്ടിട്ടുണ്ട്, ക്യാമറ ഓണാണെന്ന് കണ്ടിട്ടുണ്ട്. അതാണ് അവൻ ബാക്കിൽ നിന്നിട്ട് വിളിക്കുന്നത്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഒഴിച്ചു ദോശയാണ് കേട്ടോ. അതായത് നീർദോശ. ഞാൻ എപ്പോഴും പറയുന്നത് ഒഴിച്ച ദോശ എന്നാണ്, ഞാൻ മാത്രമേ പറയാറുള്ളൂ തോന്നുന്നുണ്ട്. അതിലേക്ക് അത് ഞാൻ മുൻപ് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഭയങ്കര എന്താ പറയുക, എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് ഈ ഒഴിച്ച ദോശ. മലപ്പുറം ജില്ലയിൽ ഇവിടുന്ന് ഇങ്ങോട്ട്, മലപ്പുറത്തുനിന്ന് അങ്ങോട്ടുള്ള ഒരു കോഴിക്കോട് കണ്ണൂർ അങ്ങോട്ടില്ലേ, എല്ലാവരുടെ വീട്ടിലും സ്ഥിരം ഉണ്ടാക്കുന്ന ഒരു ഏറ്റവും എളുപ്പമുള്ളൊരു പലഹാരമാണ് കേട്ടോ.
അത് നമുക്ക് എന്താ പറയുക, അതിൽ ആ വെള്ളം ചേർക്കുന്ന അത് ഒന്ന് മനസ്സിലായി കിട്ടിയാൽ മതി. അത് പിന്നെ ഭയങ്കര ഈസിയാണ്. ഒന്ന് ഉണ്ടാക്കി നോക്കാം, അറിയാത്തവർ ചെയ്യാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കുന്നുണ്ടോ, എന്തായാലും പിന്നെ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമായിട്ട് മാറും ഇത്. ഇനി മാമ്പഴപ്പുളിശ്ശേരിയിലേക്ക് മാങ്ങ ഇട്ടില്ലേ, മാങ്ങ ഒന്ന് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് പിന്നെ തേങ്ങയും ജീരകവും പച്ചമുളകും പിന്നെ തൈരും കൂട്ടി അരച്ചത് അതിൽ ചേർത്ത് കൊടുത്താൽ മതി. ഈ തൈര് തേങ്ങയും കൂടിയിട്ട് അരച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ പിരിയൊന്നുമില്ല കേട്ടോ. ഞാൻ ഏതൊരു വീഡിയോയിൽ ഇങ്ങനെ പിരിയും എന്നൊക്കെ പറഞ്ഞിട്ട് നന്നായി ഇളക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആദ്യത്തെ വീഡിയോയിലാണെന്ന് തോന്നുന്നു. അപ്പോൾ തേങ്ങയും തൈരും കൂടി അരച്ചത് ചേർക്കുകയാണെങ്കിൽ ഒരുമിച്ച് അങ്ങനെ ചേർക്കുകയാണെങ്കിൽ പിന്നെ അതിങ്ങനെ ഇളക്കൊന്നും വേണ്ട, പിരിയില്ല. അപ്പോൾ അത് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർക്കും. മാങ്ങ മധുരം ഉള്ളതാണെങ്കിലും അല്ലെങ്കിലും ഒരു ചെറിയൊരു കഷ്ണം ശർക്കര ചേർത്താൽ ഒരു ടേസ്റ്റാണ്. ഒരുപാടൊന്നും വലുത് വേണ്ട, കുഞ്ഞു കഷ്ണം മതി. എന്നിട്ടിത് തിള വരാൻ നേരത്ത് അടുപ്പിൽ നിന്ന് മാറ്റുക. പിന്നെ അതിൽ വറുത്തിടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും ഉലുവയും വറ്റൽമുളകും വേപ്പിലയും കൂടിയിട്ട് വറുത്തിടുക. ഇതിലിപ്പോൾ ഞാൻ മോരുകറി വെക്കുന്ന പോലെ തന്നെയാണ് ഇത് വെക്കുന്നത്. മോരുകറിയിൽ ശർക്കര ഇടുന്നില്ല എന്ന് മാത്രം, ബാക്കി എല്ലാ കൂട്ടും ഇതുപോലെ തന്നെയാണ്. പിന്നെ വേണമെങ്കിൽ കുറച്ചുകൂടി കട്ടിയാക്കി വെക്കണമെങ്കിൽ ഇതങ്ങനെ വെള്ളം കുറച്ചിട്ട് കട്ടിയാക്കി വെക്കാം. പിന്നെ ഇതിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു മൊബൈൽ യൂസിനെ പറ്റിയിട്ട്, കുട്ടികളുടെ മൊബൈൽ യൂസിനെ പറ്റിയിട്ടൊന്ന് പറയുമെന്ന്. അത് കുറച്ച് ദിവസമായിട്ടോ ചോദിച്ചിട്ട്, പക്ഷെ ഞാൻ ആളുടെ പേര് മറന്നുപോയി. ഞാനപ്പോൾ സംസാരിക്കാമെന്നും പറഞ്ഞു. പക്ഷേ എങ്ങനെ ഇപ്പം സംസാരിക്കുക, അതായത് ഞാനിപ്പോൾ സൂര്യൻ്റെ അടുത്ത് എങ്ങനെയാണ് അത് കൺട്രോൾ ചെയ്ത് നിർത്തുന്നത് എന്നതിനെ പറ്റിയിട്ടായിരിക്കും പറയുന്നത്. പക്ഷേ എനിക്കത് ഞാനത് ഞാൻ അതിനൊക്കെ പറ്റി സംസാരിക്കാനൊക്കെ ആയോ എന്നുള്ളൊരു തോന്നലാണ് ഞാനതിങ്ങനെ വിട്ട് നിന്നത്. എനിക്കങ്ങനെ ഇപ്പോൾ മൊബൈൽ യൂസിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെ കൺട്രോൾ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊന്നും പറഞ്ഞു തരാനൊന്നും എനിക്കറിയില്ല. ഞാനിങ്ങനെ ചെയ്തിരുന്നു വെച്ചാൽ അത്ര ഞാൻ ഇങ്ങനെ ഭയങ്കര കൺട്രോൾ, ഭയങ്കര സ്ട്രിക്റ്റായിട്ട് അങ്ങനെ ഞാൻ വളർത്തിയിട്ടില്ല അവനെ. അതെ, ഒരുപാട് ഇങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഒരു സമയത്ത് അവർക്കൊരു ഫ്രീഡം, അതായത് കുട്ടികൾ കുറച്ച് വലുതായി കഴിഞ്ഞാൽ അവരെങ്ങനെയെങ്കിലും ആ കെട്ടങ്ങ് പൊട്ടിച്ച്, അതായത് ഒരു മനസ്ഥിതി വരും എന്നാണ് എനിക്ക് തോന്നാറ്. അവരുടെ ഒരു ഏജ് ഉണ്ടല്ലോ, ആ സമയത്ത് അവരങ്ങ് ഭയങ്കരമായിട്ട് അടക്കി പിടിച്ചിട്ടങ്ങ് വളർത്തിയിട്ടുണ്ടെങ്കിൽ ആ കെട്ട് പൊട്ടിച്ച് ഭയങ്കരമായിട്ട് അങ്ങ് പോകാനുള്ള ഒരു ശ്രമം നടത്തുകയാണ് ചെയ്യാമെന്ന് എനിക്ക് തോന്നാറുണ്ട്. അത് കാരണം അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടൊന്നുമില്ല. അതേപോലെ മൊബൈലിൻ്റെ കാര്യത്തിലാണെങ്കിലും അതെ, അത്യാവശ്യം അവൻ മൊബൈൽ യൂസ് ചെയ്യുന്ന ആളാണ്, മൊബൈലിൽ ഗെയിം കളിക്കുന്ന ആളാണ്. പക്ഷെ അത് ഓവർ ആവാതെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്കൊന്ന് ഓർമ്മിപ്പിച്ചെടുക്കും. അതേപോലെ ശനി ഞായറൊക്കെ കളിച്ചാൽ പോരെ എന്ന് ചോദിക്കും ഞാൻ. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ഇരുന്ന് കളിക്കുകയാണെങ്കിൽ ചില ദിവസം അങ്ങനെ ഇരുന്ന് കളിക്കാറും ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ അധികം പഠിക്കാനൊന്നും ഇല്ലാതെ വല്ല വെക്കേഷൻ ടൈമിലൊക്കെ ആണെങ്കിൽ അങ്ങനെ സമ്മതിച്ചു കൊടുക്കും. അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കും, എപ്പോഴും ഇങ്ങനെയൊക്കെ ഇരുന്ന് കളിച്ചാൽ മതിയോ, പഠിക്കൊന്നും വേണ്ടേ എന്നിങ്ങനെ തമാശ രൂപത്തിൽ ചോദിക്കും. അല്ലെങ്കിൽ ചില സമയത്തൊന്ന് കാര്യമായിട്ട് ഓർമ്മിപ്പിക്കും, എപ്പോഴും ഇങ്ങനെ ഇരുന്ന് കളിക്കരുത്, ശനി ഞായറും ഒക്കെ നിനക്ക് അങ്ങനെ ഇരുന്ന് കളിക്കുക കുറച്ചൊക്കെ സമയം, അല്ലാതെ ഏത് സമയത്ത് ഇങ്ങനെ കളിക്കരുത് എന്നങ്ങ് പറഞ്ഞു കൊടുക്കും. അതേപോലെ അവൻ എക്സാം ടൈമിലും അതെ, ഞാൻ എല്ലാവരും ഇങ്ങനെ കളിക്കാൻ പറയല്ല, ഞാൻ അവൻ്റെ ഒരു രീതി പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. എക്സാം ടൈമിൽ അവന് ഭയങ്കരമായിട്ട് ചിലപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം പഠിക്കുമ്പോഴോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ചിലപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ അവൻ ഗെയിം കളിച്ചിരുന്നു, എന്താണ് മൊബൈലിൽ. അതൊന്നും അവൻ്റെ റൂമിലിരുന്നിട്ട് അങ്ങനെ സ്വകാര്യമായിട്ട് ഇരുന്ന് കളിക്കുക ഒന്നുമല്ല ചെയ്യുക. അവൻ ഇങ്ങനെ ഇവിടെ ലിവിങ്ങിലൊക്കെ ഇരുന്നിട്ട് ഒരു 10 മിനിറ്റ് വരെയൊക്കെ അവൻ ഗെയിം. അപ്പം ഞാനും വിചാരിക്കും, എൻ്റെ അടുത്ത് തന്നെ ഇരിക്കാറുണ്ട്. അപ്പം ഞാൻ കാണുന്നത് അവൻ അറിയണമുണ്ട്. പക്ഷെ അപ്പോൾ ഞാൻ വിചാരിക്കും, ശരി അവന് ചിലപ്പോൾ റിലാക്സേഷൻ കിട്ടാനായിരിക്കും, ഇങ്ങനെ പഠിച്ചുമ്പോൾ ഇങ്ങനെ മൈൻഡ് ശരിയാവാൻ വേണ്ടിയിട്ടായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ആ 10 മിനിറ്റ് തന്നെ അവന് കുറച്ച് നേരം തന്നെ അവൻ കളിക്കുള്ളൂ. അത് കഴിഞ്ഞ് അവൻ എടുത്തേക്കും, പിന്നെ അവൻ പഠിക്കാനിരിക്കും. അതേപോലെ ഇക്കാലത്തെ കുട്ടികളല്ലേ, നമ്മൾ എന്ത് വേണ്ടാന്ന് പറയും തോറും അത് ഭയങ്കര സ്ട്രിക്റ്റായിട്ട് അത് നീ മൊബൈലിൽ തൊടരുത്, അങ്ങനെ എടുക്കരുത്, അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾക്ക് അത് എങ്ങനെയും അത് കിട്ടാനുള്ള 100 വഴികൾ മുന്നിൽ കിടക്കുകയാണ് എന്നുള്ളത് നമ്മളുടെ മൈൻഡിലും വേണം. നമ്മൾ മാത്രമേ അപ്പോൾ ഒളിപ്പിച്ച് വെക്കാൻ നമുക്കേ പറ്റുള്ളൂ. പക്ഷെ അവരുടെ മുന്നിൽ അത് കിട്ടാനുള്ള ഒരുപാട് വഴികൾ മുന്നിൽ കിടക്കുകയാണ്. അപ്പോൾ അത് കൺട്രോൾ ചെയ്ത് നല്ലപോലെ പറഞ്ഞു കൊടുക്കേ നിവൃത്തിയുള്ളൂ.
അവരുടെ അടുത്ത് ചെറുപ്പത്തിൽ തന്നെ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ പറയണം, നിനക്ക് ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ ഗെയിമിലൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ, ഗെയിം കളിക്കാൻ ഇരുന്നിട്ടുണ്ടെങ്കിൽ പഠിക്കാനൊന്നും തോന്നില്ല, അതാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ കുറച്ച് നേരം ഗെയിം കളിക്കുക, പിന്നെ കൂടുതൽ സമയം പഠിക്കുക, അങ്ങനെ ആയിട്ട് പോകണം, അങ്ങനെ ഏത് സമയം അങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓർമ്മിപ്പിച്ച് കൊടുക്കുക. അങ്ങനെ രീതിയിൽ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിയാൽ കുറേയൊക്കെ മാറും, കുറേയൊക്കെ അവർ അനുസരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഇത് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ രാവിലത്തെ പണികളൊക്കെ തീർന്നു. ഏട്ടൻ ഷോപ്പിലും പോയി. ഇനി എൻ്റെ കുറച്ച് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാനുണ്ട്. ഞാൻ പറഞ്ഞിരുന്നല്ലോ അന്ന് സാരി കളക്ഷൻ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് എന്നൊക്കെ. കുറച്ച് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. എങ്ങനെയുണ്ട് കസ്റ്റമേഴ്സ് റെസ്പോൺസും പിന്നെ ഇതെല്ലാം കൂടിയിട്ട്, അതായത് ഞാൻ ഓൾറെഡി വേഷ്ടിയും കൊണ്ടും ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ സാരിയും എല്ലാം കൂടി ആവുമ്പോൾ പിന്നെ നമ്മൾ വീഡിയോ ചെയ്യലും കാര്യങ്ങളും എല്ലാം കൂടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ നോക്കും വേണമല്ലോ. അപ്പോൾ അതിനാണ് ആദ്യം ഞാൻ കുറച്ച് മാത്രം കൊണ്ടുവന്നത്. ഉച്ചവരെ ഇത് തന്നെയായിരുന്നു പണി. കസ്റ്റമേഴ്സ് ഇപ്പോൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ചോദിക്കുമല്ലോ, അതിൻ്റെ ഫോട്ടോസ് എടുത്ത് അയച്ചു കൊടുക്കണം, പിന്നെ അതിൻ്റെ ഓർഡർ എടുക്കണം, പിന്നെ അത് ചിലതെല്ലാം ഓർഡർ ആയത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചില ദിവസങ്ങളാണ് അയക്കുന്നത്. ഇപ്പോൾ ഡെയിലി പോസ്റ്റ് ഓഫീസിൽ പോലില്ല, ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് പോണത്. അപ്പോൾ അത് ചിലതെല്ലാം പാക്ക് ചെയ്ത് വെക്കാനുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് ഉച്ചവരെ അങ്ങനത്തെ പണികളൊക്കെ ആയിരുന്നു. എന്നിട്ടിപ്പോൾ ഞാനും സൂര്യനും കൂടിയിട്ട് ലഞ്ച് കഴിക്കുകയാണ് കേട്ടോ. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം വേറൊരു പണിയുണ്ട്. അപ്പോൾ അവൻ്റെ അടുത്ത് അത് ആദ്യമേ പറഞ്ഞു വെക്കുകയാണ്, ഇന്നൊരു നമുക്ക് ഒരു സമ്മാനം കൊടുക്കാമെന്ന് മുൻപ് പറഞ്ഞിരുന്നല്ലോ, അതിൻ്റെ ആളേനെ തിരഞ്ഞെടുക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അത് അത്രയും പേര് എഴുതിയിട്ട് നമ്മളിങ്ങനെ ഇതെടുക്കില്ലേ, അതിനൊരാളേനെ സെലക്ട് ചെയ്തല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഏപ്രിൽ വരെ ഇങ്ങനെ പർച്ചേസ് ചെയ്യുന്നവരിൽ ഒരാളെ സെലക്ട് ചെയ്തിട്ട് ഒരാൾക്ക് പുളിയിലക്കര മുണ്ടും വേഷ്ടിയും കൊടുക്കുന്നത് ഞാൻ മുൻപ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മെയ് 1-ാം തീയതി 2-ാം തീയതി ഒക്കെ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ പല തിരക്ക് കാരണം അത് കുറച്ച് നീങ്ങി പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞു. പക്ഷേ ഏപ്രിൽ 30-ാം തീയതി വരെ വാങ്ങിച്ചവരിൽ നിന്നാണ് എടുക്കുന്നത്. അവരുടെ പേരുകളൊക്കെ എഴുതിയിട്ട് ഒരു പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അത് സെലക്ട് ചെയ്യണം. അതേപോലെ തന്നെ ഇനി ഓണത്തിൻ്റെതും ഇതേപോലെ തന്നെ എടുക്കും കേട്ടോ. ഇപ്പോൾ ഏപ്രിൽ വരെയല്ലേ എടുത്തത്, ഇനി മെയ് 1-ാം തീയതി മുതൽ ഓണം വരെയുള്ള ആൾക്കാരിൽ നിന്നിട്ട് ഇതേപോലെ ഒരാളെ സെലക്ട് ചെയ്തിട്ട് അന്ന് ഞാനത് പറയാം എന്താണ് കൊടുക്കുന്നത് എന്ന് കേട്ടോ. ഓണത്തിൻ്റെ സമ്മാനം എന്തായാലും ഓണം 4-ാം ഓണം അല്ലെങ്കിൽ 5-ാം ഓണം ആകുമ്പോഴേക്കും എത്തുട്ടോ. 1-ാം ഓണം വരെയുള്ള പർച്ചേസിൽ നിന്ന് ആളെ തിരഞ്ഞെടുത്തിട്ട് അങ്ങനെ ചെയ്യാം. അപ്പോൾ പിന്നെ ഓണത്തിൻ്റെ ഗിഫ്റ്റായിട്ട് തന്നെ ഓണ സമയത്ത് എത്തും. ഇത് പിന്നെ വിഷു കഴിഞ്ഞിട്ട് കുറച്ചായി. ഈ കണ്ണടച്ചിട്ട് നീ ഇട്ടാ, നീ കണ്ണടക്കി, ഞാൻ കണ്ണടച്ചാലാ, നീ ഇട്ടേ. കണ്ണടക്കി വന്ദന. ഇതാണ് കേട്ടോ പുളിയിലക്കര. ഞാൻ വന്ദനയോട് ചോദിച്ചിട്ട് ഞാൻ കൊടുക്കും ഏത് കളറാണ് വേണ്ടത് എന്ന്. ആദ്യം വിചാരിച്ച് സർപ്രൈസ് ആയിട്ട് അയച്ചു കൊടുക്കാം. അപ്പം വിചാരിച്ചു ഇനി ഞാൻ ഇഷ്ടപ്പെട്ട കളർ ചോദിച്ചിട്ട് കൊടുക്കാം എന്നുള്ളത്. ഇതുപോലത്തെ പല കളേഴ്സ് ഉണ്ട്. ഇതാണ് പുളിയിലക്കര. അപ്പോൾ വന്ദനയ്ക്ക് അടുത്ത് തന്നെ ഒരു പുളിയിലക്കര കൊറിയർ വരും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുന്നതായിരിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.